ഹലോ, വെൽക്കം ബാക്ക് ടു രാധാമണീസ് വേൾഡ്. ഇത് ഞങ്ങൾ KSSPU വാണിയംകുളം യൂണിറ്റ് സീനേജേഴ്സിൻ്റെ ഒരു അടിപൊളി വൺ ഡേ ട്രിപ്പാണത്. അത് തനിമ ഫാം ഹൗസിലേക്ക് പോയതാണ്. പോകുന്ന വഴി ഞങ്ങൾ കൊല്ലങ്കോട് ഞങ്ങൾ സീതാർകുണ്ടിലേക്കും പോയി. അപ്പോൾ നമുക്ക് ഈ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കാണാം. എന്താ ബ്യൂട്ടി നോക്കൂ. ഈ ഗ്രാമഭംഗി എന്ന് പറയുന്നത് പുഞ്ചനെൽപ്പാടങ്ങൾ പുഞ്ചിരി കൊൾകവേ കൊഞ്ചിയും പുഞ്ചിറകിട്ടടിച്ചും, അങ്ങനെ ഇതുപോലുള്ള കവിതകളൊക്കെ നമ്മൾ സ്കൂളിൽ ഇങ്ങനെ പാടി പഠിച്ചതാണ്. കരിമ്പനകളുടെ നാട്ടിലേക്ക് മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം ഗുരുത്തിരിക്കുന്നു. നല്ല നല്ല കലാകാരികളും കലാകാരന്മാരും ഒക്കെ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് അവരുടെ പാട്ടും കവിതകളും എല്ലാം ഉണ്ടായിരുന്നു, പ്രഭാഷണങ്ങളും ഒക്കെ വളരെ രസകരമായിരുന്നു. എല്ലാവരും നന്നായി ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് യാത്ര ചെയ്തത്. എൻ്റെ മോഹം കൊണ്ട് ഞാനൊരു പാട്ടുപാടി എല്ലാവരെയും വെറുപ്പിച്ചു. സീതാർകുണ്ടിലേക്ക് പോവുകയാണ്. മാംഗ്രോവ് കണ്ടില്ലേ, മാംഗോ വില്ലേജിൽ നിറയെ മാവുകളുണ്ട്, നിറയെ മാങ്ങയുണ്ട്. മാംഗോ വില്ലേജിൻ്റെ ഇടയിൽ കൂടെ ഇതാ മലനിരകളും ഫോഗും എല്ലാം കാണാം ഭംഗിയായിട്ട്. അങ്ങനെ സീതാർകുണ്ടെത്തി. വലിയ വലിയ മലനിരകളുണ്ട്, മാവിൻ തോട്ടങ്ങളുണ്ട്. എന്തു മരമാണോ സീതാർകുണ്ട്. വെള്ളം കുറവാണ്, വനമേഖല. മഴക്കാലത്താണെങ്കിൽ നിറയെ വെള്ളം ഉണ്ടായത്. കുറച്ച് അവിടെ വെള്ളത്തിൽ മീനുകൾ. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. വീഡിയോ ഫോട്ടോ എടുത്ത ഫോട്ടോ ഒക്കെ ഗ്രൂപ്പിലിട്ടാ മതി. അപ്പൊ ഇന്ന് കിട്ടുമല്ലോ ഞങ്ങൾക്ക്. എന്റെ വീഡിയോ നിങ്ങൾ കാണണേ. എല്ലാവരും വളരെ സന്തോഷത്തോടെ സീതാർകുണ്ടിൽ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. പലരും അവിടെ നിന്ന് നല്ല മാമ്പഴമൊക്കെ വാങ്ങി യാത്ര തുടർന്നു. അങ്ങനെ സീതാർകുണ്ട് കണ്ടല്ലോ, വളരെ മനോഹരമായിരിക്കുന്നില്ലേ? പക്ഷേ കുറച്ചും കൂടെ 2 മാസം മുമ്പ് വന്നെങ്കിൽ ഇതിൽ മനോഹരമായിരുന്നു. ഇപ്പം നല്ല ചൂടാണ്. എല്ലാവരും യാത്രയിലെ സൈഡ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടോളൂ, അതിമനോഹരമാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഫൈനലി തനിമ ഫാം ഹൗസിലെത്തി. ഇതാ അതിൻ്റെ എൻട്രൻസ് ആണ്. അവിടെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ? നമുക്ക് നടക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ആ വണ്ടികളിൽ കയറാം, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് ഭാഗമൊക്കെ ഈ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇതാ എല്ലാവർക്കും ഒരു ബാൻഡ്, ഒരു സ്ട്രാപ്പ്, തനിമയുടെ ഒരു ബാൻഡ് കെട്ടിയിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. മുമ്പേ ബുക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ കാണാനൊക്കെ സാധിക്കും. ഈ ദിവസം മെയിൻലി ഞങ്ങൾ 42 പേരാണുള്ളത്. പിന്നെ വേറൊരു ഗ്രൂപ്പ്, അങ്ങനെ 2 ഗ്രൂപ്പാണ് മെയിനായിട്ടുള്ളത്. വർക്കിംഗ് ഡേ ആണ്. അപ്പം ഞങ്ങളെ അവർ 2 ഗൈഡുകളുണ്ട്, അവർ കൊണ്ടുപോയി.
എന്തായാലും എല്ലാവർക്കും തുടക്കം മുതലേ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, പിന്നെ കളിക്കാനും എൻജോയ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം കാണുന്നതിന് മുമ്പ് വെൽക്കം ഡ്രിങ്ക് കഴിക്കണം. പിന്നെ നമുക്ക് ഗൈഡ്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും, അതൊക്കെ കേൾക്കണം. അത് അവിടെ ഒരു ഹോളുണ്ട്. പിന്നെ വിശാലമായിട്ടൊരു പോണ്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും തുഴഞ്ഞു പോകാട്ടോ. കോട്ടയുണ്ട്, 2 പേർക്ക് ഇരിക്കാവുന്ന ബോട്ടുണ്ട്, പിന്നെ 4 പേർക്ക് ഇരിക്കാവുന്ന പെഡൽ ബോട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. വെയിറ്റിംഗ് ഫോർ ഫാം ഫ്രഷ് വെൽക്കം ഡ്രിങ്ക്. എല്ലാവരും വെൽക്കം ഡ്രിങ്ക് ഒക്കെ അടിച്ചിരിക്കുകയാണ് എല്ലാവരും. സീറ്റിംഗ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയിൽ. കാണാത്ത രീതിയിലുള്ള ഞങ്ങളുടെ 2 ഗൈഡുകളാണ് ഇവർ. അവർ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാണ്, എന്തൊക്കെ കാണാനുണ്ട് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു തന്നിട്ടാണ് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇവർ 2 പേരും കൂടിയാണ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കെട്ടിത്തന്നെ ബ്ലൂ ബാൻഡാണ് ആ കണ്ടത്. മാങ്ങ കാണുമ്പോൾ ഒന്നും പിടിക്കുന്നില്ല. കുറേ ആൾക്കാർക്ക് ഫാമിലി ആയിട്ട് തന്നെ ഉണ്ടാവും. സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ 2 ഗ്രൂപ്പാക്കി തിരിച്ചു, 2 ഗൈഡുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ബ്യൂട്ടിയൊക്കെ ഇവിടെ ഹോം സ്റ്റേയും ഉണ്ട്. ചെറിയ പ്ലാവമ്മയ്ക്ക് നിറയെ ഉണ്ടായി. പിള്ളേർ വരച്ചാണ് അതൊക്കെ. ജാതിക്ക അതൊക്കെ രസം. യൂറോപ്യൻ അമേരിക്കൻ ടൈപ്പൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഇരിക്കാൻ. എല്ലാവരുടെയും ഓപ്പൺ ഇതിലിരിക്കുമ്പോൾ നല്ല രസമല്ലേ, നല്ല കാറ്റും കൊണ്ട്. ഇവിടെ നല്ല കൂളിംഗ് ഉണ്ട്, നല്ല സുഖം. നമ്മൾ ഈ വെയിലത്തുനിന്ന് ഇതൊക്കെ വന്നത് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, അതായിരിക്കും യഥാർത്ഥം. എത്ര അധികം ഓരോ ഇതായിട്ട് ബേർഡ് പാർക്ക് പറഞ്ഞിട്ട് പൂച്ചകളെയാണ് ആദ്യം കാണുന്നത് കേട്ടോ. ഇവിടെ കുറേയധികം മൃഗങ്ങളും അക്വേറിയം കണ്ടില്ലേ, കുറേ അക്വേറിയങ്ങളുണ്ട്, കുറേ തരം ഫിഷ് ഉണ്ട്. അതിൽ കുറേ തരം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഗ്ലൗസ് തന്ന് അവരൊക്കെ അതിനൊക്കെ തൊടാനൊക്കെ അനുവദിച്ചു. പക്ഷികളൊക്കെ കയ്യിലൊക്കെ വന്നിരുന്നു. അതാ പൈത്താൻ കണ്ടില്ലേ, കയ്യിലൊക്കെ പിടിച്ചേക്കാണ് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട്. ഓരോരുത്തർ ധൈര്യമുള്ളവരൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും എത്ര എണ്ണ കയ്യിൽ. ആരെ കയ്യിലേക്കാ വരാത്ത ഫോട്ടോ ഇട്ടാ ഒന്ന് പോയിട്ടാ. ഇനി കെന്നലൊന്ന് കാണാം. എത്ര ഇനം ഡോഗ്സ് എന്നറിയോ അതിൻ്റെ ഉള്ളിലുള്ളത്. കണ്ടാൽ പേടിയാവും. എനിക്ക് പേടിയാണ് നായ്ക്കളെ, അതുകൊണ്ട് ഞാൻ അടുത്തേക്കൊന്നും പോവില്ല. ചിലരൊക്കെ അതിനൊക്കെ പുറത്തേക്ക് നടത്തിക്കൊണ്ടുവന്ന് കളിക്കണമൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, ഇതിനൊക്കെ കാണുമ്പോൾ പേടിയാവും. ബീബി അമ്മി സന്തോഷം പങ്കിടുകയാണ്. അതല്ല, രാവിലെ മുതൽ രാധേട്ടാ
പിള്ളേർക്ക് കളിക്കാനുള്ളതെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ഒരു ഫോട്ടോ എടുക്കട്ടെ. ട്രീ നിറയെ പൂത്തലങ്ങയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നിറയെ പുതിയ പ്ലാവുകളൊക്കെ വെച്ചിട്ടുണ്ട്, മാവുകൾ വെച്ചിട്ടുണ്ട്, പപ്പായ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ കാണാത്തവർ കണ്ടോളൂ കേട്ടോ. ഇതാ കള്ളിമുൾച്ചെടി പോലത്തെയാ. ചക്ക ജാക്ക് ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഫാം പ്രോഡക്ട്സ് ഉണ്ട് ഇവിടെ. ബാമ്പു കട്ടിൽ ഇതൊക്കെ നമുക്ക് വാങ്ങാം ആവശ്യക്കാർക്ക്. ഓമക്കായ നോക്കി വലുത്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ്. അല്ലേ, വെളിച്ചെണ്ണ, ശർക്കര, അതെന്താ നെയ്യോ തേൻ എല്ലാം ഉണ്ട്. ബിസ്ക്കറ്റുകളാണ് ഇതൊക്കെ. മാവ് സാമായി. ഒരു മണിക്കാണ് ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാവരും. ഇങ്ങനെ അടിച്ചു പൊളിച്ച് അല്ലേ. നടക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇതാ മാങ്ങ. ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡാണ്. വെരി ഹെൽത്തി ടേസ്റ്റി ഫുഡ്. ഡൈനിങ് ഹാളിലും കാണാനുള്ള സംഭവങ്ങൾ കുറേ ഏറെയുണ്ട്. വളരെ മനോഹരമായ ചെടികൾ, അതുപോലെ ഡെക്കറേഷൻസും ഒക്കെ വളരെ നല്ലതാണ്. സീലിംഗ് ഡെക്കറേഷൻസും ഈ ചെടികൾ, പിന്നെ ഡൈനിങ് ടേബിൾ, ചെയർ എല്ലാം മനോഹരമായിരിക്കുന്നു. ഇനി കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ്സ്, നമുക്ക് സ്വയം ചെയ്യാവുന്ന എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. ഇതൊക്കെ ഹട്ടാണ്. ഇത് റിങ്, അതിൻ്റെ ഉള്ളിലിരിക്കാം. ഓപ്പൺ സ്റ്റോൾ. വിശാലമായ തെങ്ങും കവുങ്ങും നിറഞ്ഞ തോട്ടങ്ങൾ കാണാം ഇവിടെ. ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ? കളിക്കേണ്ടവർക്കൊക്കെ കളിക്കാം. ഇതാ പഴയൊരു കാളവണ്ടിയൊക്കെ ഉണ്ട്. കാളവണ്ടിയൊക്കെ കുതിരവണ്ടിയൊക്കെ എന്തായാലും കുഴപ്പമില്ല. ഗെയിമുകളൊക്കെ കളിക്കാം, ഊഞ്ഞാലാടാം. ഫിഷ് പാണ്ട്, ഫിഷ് കാലിലൊക്കെ ഒന്ന് കടിച്ചു തരും. വീട്ടിലൊരു ഏറുമാടം പോലെ ഉണ്ടാക്കിയതോ. ഉള്ള ഡ്രസ് ഫിഷ് സ്പാ. ഫിഷ് സ്പാ എന്തെങ്കിലും വേണ്ടേ? നിർത്തിയാ കുറേ ഉണ്ട്. കുറേ തരം ഊഞ്ഞാലുകളുണ്ട്. റോപ്പിലിങ്ങനെ പോണതുണ്ട്. ഇതാ അതിലൊക്കെ റിസ്ക്കാണ്. ഞാനാണെങ്കിൽ ഇവിടെ കിടക്കുകയാണ്. നല്ല കാറ്റാണ്. വെയിലുണ്ടെങ്കിലും അടിപൊളി കാറ്റ്. മരങ്ങളുള്ള കാരണം നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കളിക്കാൻ, കിടക്കും, ആടാം, പാടാം. ഇവിടെ ലോവസ്റ്റ് ടെമ്പറേച്ചർ 18ഉം ഹയസ്റ്റ് 38 ഉള്ളൂ. കുതിര
ബോട്ട്സ്. നല്ല സൈസാ. ദേഷ്യം വന്നപ്പോ ഇങ്ങോട്ട് ചാടും. ഇലയൊക്കെ പറക്കി കൊടുക്കാന്ന് തോന്നുന്നല്ലേ ആടിന്. മോൻ എല്ലാവർക്കും ഒരു കുതിരവണ്ടി യാത്രയുണ്ട് ഇതില്. അവിടേക്ക് പോയിട്ട് ഇളനീര് കുടിക്കാം. നിങ്ങൾക്കൊക്കെ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റുമോ? ഇതൊക്കെ ആരും ഓടിക്കും? ഇനി എൻ്റെയും ഓരോരുത്തരുടെയും സാഹസങ്ങളൊക്കെ കാണാം. എന്താ അമ്പെയ്ത്ത് എൻ്റെ വക. അടിപൊളി അടിപൊളി. ഞാൻ ഇത്ര പേര് ഞങ്ങളുടെ ടീമാ വിചാരിച്ചു. പല കളേഴ്സിലുള്ള ഫിഷാണ്. അടിപൊളി. ഇനി മാസം ഒരു കാര്യം ചോദിച്ചു എന്നിട്ട് നല്ലാകുമ്പോ പിടിച്ചപ്പോ ആമ്പൽ പൂവി അണിയൻ പൂവ് പായിന്റെ പഴയ ലാന്തൽ വെള്ളത്തിന്റെ ഒരു ഹായ് ഒക്കെ കാണിക്കൂ. അവിടെ എത്തുമ്പോൾ റൈറ്റിലേക്ക് പോയാൽ മതി. ഇങ്ങോട്ട് നോക്കാൻ ധൈര്യമില്ലല്ലോ രണ്ടുപേർക്കും. കാലിന്റെ ഇത് പോവുക. ഞാനിപ്പോ നേരം ചവിട്ടിയില്ലെങ്കിലും ഒന്നും വരുമൊന്നുമില്ല. അതാണ് എന്തൊക്കെ ഗ്ലാസ് ടോപ്പിൻ്റെ മുകളിലൂടെയുള്ള നടത്തം രസകരം. അടിയിലൊക്കെ നിറയെ ആമ്പൽപ്പൂക്കളാണ്. ആമ്പൽക്കുളം നല്ല ഭംഗിയുണ്ട്. അങ്ങനെ സീനേജേഴ്സിൻ്റെ ഈ വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. ചീനവലയിൽ മീൻ പിടിക്കും. അവസാനം ചീനവലയൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പോകാം. താങ്ക് യു.